നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ച് ഒഫീഷ്യൽ മീറ്റ് 2025 നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വ്യാപാര ഫെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 67ാമത് വാർഷികാഘോഷം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊലിമ പുതുക്കാട് 6ാം ഘട്ടം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് ഇതിനോടകം ലഭിച്ചത്. 32ഓളം പേരുടെ പരാതിയിൽ 6ഓളം കേസെടുത്തു കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95,00,000 രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് ആദ്യ കേസ്. സ്ഥാപന ഉടമകളായ നടവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജെയ്ത, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസ്. ബിബിൻ, ഭാര്യ ജെയ്ത, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ട്രേഡിംഗിലൂടെ ആദ്യകാലങ്ങളിൽ വലിയ തുകകൾ ലഭിച്ചിരുന്നതായും അത് നിക്ഷേപകർക്ക് നൽകുകയും ചെയ്തതോടെ വിശ്വാസമർപ്പിച്ച് കൂടുതൽ പേർ നിക്ഷേപിച്ചു. പിന്നീട് നിക്ഷേപകർക്ക് പലർക്കും പണം തിരികെ ലഭിക്കാതായതോടെ സ്ഥാപനത്തിലേക്ക് പലരും പണം അന്വേഷിച്ചെത്തിയതോടെയാണ് മാസങ്ങൾക്ക് മുൻപേ അത്യാഡംബരമായി നിർമ്മിച്ച ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP റോഡിലെ പാം സ്ക്വയർ ബിൽഡിംഗിലെ സ്ഥാപനം അടച്ചത്. ചാലക്കുടി റോഡിൽ വിശ്വനാഥപുരം ക്ഷേത്രത്തിന് എതിർവശത്തും ഇവരുടെ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു. ഇതും അടച്ചതോടെ നിക്ഷേപകർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പണം ലഭിക്കാനുള്ള നിക്ഷേപകരുടെ വാട്സ്ആപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകി. ഏകദേശം 150ഓളം പേർ ഇപ്പോൾ അംഗങ്ങളാണ്. പ്രതികളുടെ അക്കൌണ്ടുകൾ വഴിയായിരുന്നു സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 86ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ച് ഒഫീഷ്യൽ മീറ്റ് 2025 നടത്തി. കനകമല പള്ളി പാരിഷ് ഹാളിൽ നടത്തിയ യോഗത്തിന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ചാലക്കുടി തഹസിൽദാർ KA ജേക്കബ്, ജനപ്രതിനിധികളായ ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി, ഷീബ ജോഷി, സജനി സന്തോഷ്, സഹവികാരി റെയ്സൺ തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൊടകര പ്രസ് ക്ലബ് സെക്രട്ടറി TG അജോ എന്നിവർ സംസാരിച്ചു. ഫോറസ്റ്റ്, പോലീസ്, KSCB, ഫയർ സേഫ്റ്റി, ഹെൽത്ത്, റോഡ് ട്രാൻസ്പോർട്ട്, PWD എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പിന്നെ ഫയർ ലൈൻ നിങ്ങൾ സാധാരണ ഇതിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൂടി കുറച്ച് ഒരു ഫയർ ലൈൻ തെളിക്കുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി ഇവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാവും. നിങ്ങളും കൂടി അതിനകത്തൊന്ന് വേണ്ട രീതിയിൽ ചെയ്യുക. അതായത് മോശമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള പ്ലാസ്റ്റിക്കുകളെ നമ്മൾ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് അത്യാവശ്യം ബോട്ടിൽ ബൂത്തുകളും പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ കളക്ട് ചെയ്യാനുള്ള, പ്ലാസ്റ്റിക് കള്ളസുകളൊക്കെ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം, അതുപോലെ എക്സ്റ്റേണൽ എൻട്രി, ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം തീർച്ചയായിട്ടും ഉണ്ടാവും.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വ്യാപാര ഫെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോടാലി SN സ്കൂളിൽ രാവിലെ 9:30 യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ പതാക ഉയർത്തുന്നതോടെ തുടക്കമാകും. വെള്ളിക്കുളങ്ങര SHO K കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് ടൈറ്റസ് കട്ടക്കയം അധ്യക്ഷത വഹിക്കും. തുടർന്ന് വിവിധ മത്സരങ്ങൾ നടത്തും. വൈകിട്ട് 5 മണിക്ക് പൊതുസമ്മേളനം KVVES ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷനാകും. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യാതിഥിയായിരിക്കും. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നടത്തും. കൂടാതെ ഭദ്രം സഹായനിധി വിതരണവും ഗിഫ്റ്റ് കൂപ്പൺ നറുക്കെടുപ്പും ലോഗോ പ്രകാശനവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ PG രഞ്ജിമോൻ, TM ഉമേഷ് ബാബു, സാബു പോക്കാക്കിലത്ത്, ബൈജു പള്ളിപ്പാടൻ, VM ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. ശേഷം വൈകിട്ട് നടക്കുന്ന സമാപന പൊതുസമ്മേളനം സംഘടനയുടെ സംസ്ഥാനത്ത് സീനിയർ വൈസ് പ്രസിഡന്റ് തൃശ്ശൂർ ജില്ലയുടെ പ്രിയപ്പെട്ട അമരക്കാരനുമായ ശ്രീ KV അബ്ദുൾ ഹമീദ് നിർവഹിക്കുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ, ട്രഷറർ ജോയ് മൂത്തേടൻ, അതുപോലെ തന്നെ സീനിയർ വൈസ് പ്രസിഡന്റ് പവിത്രൻ, അങ്ങനെയുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന. തീർച്ചയായിട്ടും ഒരുപാട് വിഷമങ്ങളിലും ബുദ്ധിമുട്ടുകളും യാതനകളിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരികളുടെ ക്രിയേഷൻ പോലത്തെ പ്രോഗ്രാമാണ് ശരിക്കും വ്യാപാരി ഫെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 1000-2000 പേരിൽ താഴെ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിരവധി കലാവിരുന്നുകളും സ്പോർട്സ് മത്സരങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 67ാമത് വാർഷികാഘോഷം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വിവിധ മേഖലകളിൽ മികവാർന്ന നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് മഞ്ജുള M, PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ KK, സ്റ്റാഫ് സെക്രട്ടറി ഡിംപിൾ MD, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സജിത രാജീവ്, വാർഡ് മെമ്പർ ഷൈനി ബാബു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജ്കുമാരി രാജൻ, ഫെഡറൽ ബാങ്ക് കോടാലി ബ്രാഞ്ച് മാനേജർ ദിവ്യ M, MPTA പ്രസിഡന്റ് സുരേഖ ഷോബി, റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി മായ VH, സീനിയർ അധ്യാപിക അജിത PP, സ്റ്റാഫ് പ്രതിനിധി ആശ തോമസ്, സ്കൂൾ ചെയർപേഴ്സൺ ഭദ്ര MS എന്നിവർ സംസാരിച്ചു. പൊലിമ പുതുക്കാട് 6ാം ഘട്ടം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ആമ്പല്ലൂരിൽ വെച്ച് നടന്ന ചടങ്ങിൽ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, കലാപ്രിയ സുരേഷ്, ജനപ്രതിനിധികളായ ഭാഗ്യവതി ചന്ദ്രൻ, ടെസി വിൽസൺ, പ്രിൻസി ഡേവിസ്, ജിജോ ജോൺ, സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ സുരേഷ് CB, വർഗീസ് ആന്റണി എന്നിവർ സംബന്ധിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സ്വപ്ന പദ്ധതി വിശദീകരിച്ചു. കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, അളഗപ്പ നഗർ പഞ്ചായത്ത് സെക്രട്ടറി സുഭാഷ് PB എന്നിവർ സംസാരിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ റോബോഹെൻ, ഓട്ടോമാറ്റിക് സ്റ്റെയർ, ഓട്ടോമാറ്റഡ് ഗ്രേറ്റ്, ഹാൻഡ് റെഡ് ഫീഡ് ചെയ്താൽ സ്വന്തം കൈപ്പടയിൽ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ, മ്യൂസിക് ലൈറ്റ് എന്നിവ പ്രദർശനത്തിലെ താരങ്ങളായി. യൂണിറ്റ് അംഗങ്ങളായ MS ശ്രീവേദ്, അദ്വൈത് ദിലീപ്, ഏഞ്ചലിൻ ടോണി, ഗോഡ്സൺ പ്രിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശന വസ്തുക്കൾ ഒരുക്കിയത്. അധ്യാപകരായ K സൗമ്യ, KE ഷിനി എന്നിവർ നേതൃത്വം നൽകി. ദേശീയ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സുഫ്ന ജാസ്മിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിൽ A ഗ്രേഡ് നേടിയ മുഹമ്മദ് അജ്സലിനെയും അനുമോദിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന യോഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറവരങ്ങത്ത് സലീം ഖദീജ ദമ്പതികളുടെ മകളാണ് സുഫ്ന ജാസ്മിൻ. കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് അജ്സൽ കോഴിപ്പുറത്ത് വീട്ടിൽ ഷിഹാബുദ്ദീന്റെയും ഹസീനയുടെയും മകനാണ്. വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റോസ്ലി തോമസ്, അഷ്റഫ് ചാലിയത്തൊടി, ജനപ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു. 10 പോയിന്റ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി നേടി. കന്നാറ്റുപാടം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലയിൽ 1ാം സ്ഥാനം നേടി A ഗ്രേഡ് നേടിയിരുന്നു. അവരുടെ വീട്ടിലേക്ക് നേരത്തെ പോകാൻ കഴിഞ്ഞിരുന്നു. ജില്ലയിലെ
പേരാമ്പ്ര വടക്കൻ തോമസ് മകൻ ജോസ് നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ന്യൂമോണിയ ബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ ഷീന, മക്കൾ ക്ലിന്റൺ, ഡോക്ടർ കൊഞ്ചിത, അലൻ, മരുമക്കൾ ആതിര, നിധിൻ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 845 രൂപ, പവന് 64,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളെ ഉൾക്കൊള്ളിച്ച് ഒഫീഷ്യൽ മീറ്റ് 2025 നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച വ്യാപാര ഫെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ 67ാമത് വാർഷികാഘോഷം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊലിമ പുതുക്കാട് 6ാം ഘട്ടം വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും മികച്ച അയൽക്കൂട്ടങ്ങൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.